Welcome back to BCA Tutorials. Today we will discuss about the recovery from deadlock. Here, when a detection algorithm determines that a deadlock exists, the system must recover from that deadlock. So here mainly two approaches to recover from the deadlock, and that are process termination and resource preemption. First one is process termination. Here we simply kill one or more processes in order to break the circular wait. We have already discussed about the necessary conditions to occur a deadlock, and one of such method is circular wait. Okay, so there are two methods here, but first one is about all deadlock processes, and second one is about one process at a time until the deadlock cycle is eliminated. Okay, and we will discuss each one in detail. First, about all deadlock processes. In this case, this will break the deadlock cycle but at great expense, since these processes may have completed for a long period of time, and the results of these partial computations must be discarded and probably recomputed later. And the second one is about one process at a time until the deadlock cycle is eliminated. Here, this method increases overhead, since after each process is killed, a deadlock detection algorithm must be invoked to determine whether any processes are still deadlocked. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ പ്രോസസ്സിനെ കില്ല് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം പറയാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ എല്ലാ പ്രോസസ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, അബോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്രോസസ്സിനും നമ്മൾ അബോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു, എന്താണ് ഇനി ഡെഡ് ലോക്ക് സംഭവിക്കുക, എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഡെഡ് ലോക്ക് ഉണ്ടോ എന്നുള്ള കേസ്. അതാണ് രണ്ട് കേസസ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോസസ്സും ഡെഡ് ലോക്കിന് വേണ്ടി നമ്മൾ ഡെഡ് ലോക്ക് സംഭവിക്കാൻ കാരണം എല്ലാ പ്രോസസ്സിനെയും നമ്മൾ അബോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ എക്സ്പെൻസാണ്. കാരണം ചിലപ്പോൾ ചില പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ 93% കംപ്ലീറ്റ് ആയി കിടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആ പ്രോസസ്സിനെ പോലും നമ്മൾ അബോട്ട് ചെയ്യുമ്പോൾ അത്രയും നേരം നമ്മൾ യൂസ് ചെയ്ത റിസോഴ്സസ്, അത്രയും ടൈം, അത്രയും മെമ്മറി, അതൊക്കെ അവിടെ വേസ്റ്റ് ആവുകയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കേസാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഒരുപാട് സമയം വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ അത്രയും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളത് അബോട്ട് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ യൂസ് ചെയ്തത് എന്താ, വേസ്റ്റ് ആവാൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. അതിൻ്റെ ഡ്രോബാക്ക് കൂടിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്, അബൌട്ട് വൺ പ്രോസസ് അറ്റ് എ ടൈം അണ്ടിൽ ദ ഡെഡ് ലോക്ക് സൈക്കിൾ ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോസസ്സ് നമ്മൾ കിൽ ചെയ്തു. ഓക്കെ, one process only we have killed. Since after each process is killed, the deadlock detection algorithm must be invoked to determine whether any processes are still deadlocked. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 10 പ്രോസസ്സസ് ഉണ്ട്. ഓക്കെ, ആ 10 പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനിടയ്ക്കാണ് നമുക്ക് ഡെഡ് ലോക്ക് വന്നിരിക്കുന്നത്. അതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സിക്യൂഷൻ മാത്രം നമ്മൾ അബോട്ട് ചെയ്ത് എങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നു അവിടെ ഒരു ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തിൽ ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് സെക്കൻഡ് കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, second one, resource preemption. To eliminate deadlock, we can preempt some resources from processes to give these resources to other processes until the deadlock cycle breaks. Here it involves three issues. What are these three issues? Selecting a victim. Second one is rollback, and third one is starvation. In the case of first one, that is selecting a victim, we must determine which resource and which processes are to be preempted and in which order to minimize cost. അതാണ് നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10 പ്രോസസ്സ് ഉണ്ട്. അതിനിടയിലാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡെഡ് ലോക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു പ്രോസസ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷൻ നമ്മളിവിടെ പ്രിയംപ്റ്റ് ചെയ്യുന്നു. അത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ
റിസോഴ്സസ് നമ്മളവിടെ നിന്ന് എടുക്കുകയാണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം, അതൊക്കെ ഫ്രീ ആക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഒരു വിക്ടിമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക അല്ലേ. അപ്പോൾ അതാണ് സെലക്ടിങ് എ വിക്ടിം എന്ന് പറയാം. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിന്നുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ ഫ്രീ ആക്കി കഴിയുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെഡ് ലോക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒഴിവാകുമോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ്, റോൾ ബാക്ക്. ഹിയർ വി മസ്റ്റ് ഡിറ്റർമൈൻ വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ദ പ്രോസസ് ഫ്രം വിച്ച് ദ റിസോഴ്സസ് ആർ preempted. Return to some safe state, restart process for that state, and this method requires the systems to give more information about the state of all the running processes. അതായത് നമുക്ക് ഓരോ സമയത്ത് ഇവിടെ ചെക്ക് പോയിൻറ്റ്സ് ഒക്കെ പറയുന്ന പോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് ഈ ഒരു കേസിൽ നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്കൊരു ഡെഡ് ലോക്ക് സംഭവിച്ചു, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റോൾ ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ റോൾ ബാക്ക് ചെയ്യുന്നു. അത്രയും വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അതായത് നമ്മൾ ഓരോ പ്രോസസ്സായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്കൊരു ഒരു സ്ഥലത്ത് നമ്മൾ ആ എല്ലാ കേസസും നമ്മൾ റെക്കോർഡഡ് ആണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം, അതായത് പ്രീവിയസ് പോയിൻ്റ് ഓഫ് ടൈം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത്ര വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, റോൾ ബാക്ക് ചെയ്യുന്നു. റോൾ ബാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് സംഭവം, അതായത് നമുക്കവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡെഡ് ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു സേഫ് സ്റ്റേറ്റിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യുക, റിട്ടേൺ ടു സം സേഫ് സ്റ്റേറ്റ്, ദെൻ വി ഹാവ് ടു റീസ്റ്റാർട്ട് പ്രോസസ് ഫോർ ദാറ്റ് സ്റ്റേറ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യുന്ന നമുക്കറിയാം, ഇപ്പോൾ 10 വർഷത്തിന് മുമ്പിലേക്ക് നമുക്ക് തിരിച്ചു പോയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. കാരണം വീണ്ടും മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഓരോ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സിന് കൊടുക്കുന്നതിന് പകരം വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിസോഴ്സ് കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഡെഡ് ലോക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് റോൾ ബാക്ക് ചെയ്ത് പോവുക. അങ്ങനെ റോൾ ബാക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും അത് ആർക്കൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് എന്നുള്ള ഇൻഫോർമേഷൻസും നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരിക്കണം. Next one, starvation. Resources are preempted from some process. As a result, this process never complete its task. This situation is called starvation and needs to be avoided. And this situation, the same process may always be picked as victim, and we must ensure that a process can be picked as a victim only a finite number of times. അതായത് നമ്മുടെ ചില പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിയംപ്റ്റ് ചെയ്യുന്നു. നമ്മൾ സെലക്ടിങ് എ വിക്ടിം എടുത്തതുപോലെ തന്നെ ഇപ്പോൾ റിസോഴ്സസ് എല്ലാം നമ്മൾ പ്രിയംപ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയില്ല, ആ ഒരു പ്രോസസ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് എല്ലാ സമയത്തും നമ്മൾ റിസോഴ്സസ് പ്രിയംപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓരോ സമയം ഡെഡ് ലോക്ക് സംഭവിക്കുമ്പോഴും സെയിം പ്രോസസ്സിന് നമ്മുടെ റിസോഴ്സസ് പ്രിയംപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ചില കണ്ടീഷൻസ്, ചില കൺസ്ട്രെയിൻസ് നമ്മളവിടെ വയ്ക്കുകയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, റിസോഴ്സസ് പ്രിയംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ വിക്ടിമാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊരു കൺസ്ട്രെയിൻ, ഒരു കണ്ടീഷൻ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാർവേഷൻ? The resources are preempted from some processes. അപ്പോൾ സെയിം പ്രോസസ്സസ് തന്നെയാണ് നമ്മൾ എല്ലാ സമയവും നമ്മുടെ റിസോഴ്സസ് പ്രിയംപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ മസ്റ്റ് ബി അവോയ്ഡഡ്. ദാറ്റ് ഈസ് വാട്ട് വി വോണ്ട് ടു സേ. സോ ദീസ് ആർ ദി 2 മെത്തേഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, റിക്കവറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരു ഡെഡ് ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ റിക്കവറി ചെയ്യാം, സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ റിക്കവറി ചെയ്യാം എന്നുള്ള 2 കേസസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്ന് അബോർട്ട് ചെയ്യുക, അബോർട്ട് ചെയ്യുന്നതിൽ തന്നെ അല്ലെങ്കിൽ കില്ല് ചെയ്യുക. നമുക്ക് ചില നമ്മുടെ ബ്രൗസേഴ്സിൽ തന്നെ നമുക്ക് ഒരുപാട്
റിക്വസ്റ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ ചിലപ്പോൾ കിൽ അല്ലെങ്കിൽ വെയിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതിൽ വരുന്നതാണ് അബോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാ പ്രശ്നവും കില്ല് ചെയ്യുക അതല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രശ്നം കില്ല് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. അതായത് ഈ ഒരു ഡെഡ് ലോക്ക് സംഭവിച്ചത് ഓൾറെഡി ഇനിയും ഡെഡ് ലോക്ക് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നാം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്നെന്താണ് പ്രിയംഷൻ, അതായത് ഓൾറെഡി ഉള്ള റിസോഴ്സ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ റിസോഴ്സസ് പ്രിയംപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള 3 കേസസാണ് നമ്മളവിടെ പറഞ്ഞത്. അതായത് സെലക്ടിങ് എ വിക്ടിം, നെക്സ്റ്റ് വൺ എന്താണ് റോൾ ബാക്ക് ആണ്, തേർഡ് വൺ സ്റ്റാർവേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.